ഇപ്പോൾ കണ്ടതുപോലെ LDF ക്യാമ്പിൽ നിന്നാണ്. അത് വോട്ടിംഗ് പൂർത്തിയായി വോട്ടിംഗ് പെർസെൻറ്റേജ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. എന്തായിരുന്നാലും ജനങ്ങൾ ഈ പറയുന്ന സകലമാന മന്ത്രിമാരും MLA മാരും MP മാരും തലകുത്തി മറിഞ്ഞിട്ടും PV അൻവറിനൊരു 3000 വോട്ട്, പിന്നെ ഒരു 5000 വോട്ട്, പിന്നെ ഞെരുങ്ങി ഇന്നലെ രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു 8000-9000 എത്തിയിരുന്നു. 40% വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ 10000 ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ചില പാഠങ്ങൾ ഞാൻ പറയുന്ന പിണറായിസം കേരളത്തിലെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നിൽക്കുകയാണ്. മലയോര വിഷയം 63 മണ്ഡലങ്ങളിൽ അതിസജീവമാണ്. 489 പഞ്ചായത്ത്. ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ, മലയോര കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് വന്യജീവി വിഷയത്തിന് ഒരു പരിഹാരമുണ്ടാക്കാതെ ഒരു ഗവൺമെൻറ്റിനും 2026 അത്ര ഈസി ആയിട്ട് അങ്ങ് ഗവൺമെൻറ് രൂപീകരിച്ച് കളയാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞാൽ മലയോര മേഖലയിലെ മുഴുവൻ കർഷക സംഘടനകളെയും, ആൾറെഡി 103 കർഷക സംഘടനകൾ നമ്മളിപ്പോൾ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ കൂടെ കൂട്ടി ഒരു ശക്തമായ ഇടപെടൽ, ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ വരുന്ന ആളുകളിൽ ഉണ്ടാക്കാൻ തക്ക നിലപാട് UDF സ്വീകരിച്ചാൽ ആ UDFനോടൊപ്പം മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഇവിടെ ഒരു ജനകീയ മൂന്നാമത്തെ മുന്നണി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരുപാട് കർഷക സംഘടനകൾ, സാമൂഹിക സംഘടനകൾ എല്ലാം നമ്മളിപ്പോൾ ഫോണിൽ പിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇത്രയും നേരം ഫോണിൽ കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് പകരം കണ്ണ് തുറന്ന് കാണാൻ UDF നേതൃത്വം തയ്യാറായാൽ അത് എല്ലാവർക്കും നല്ലതായിരിക്കുമെന്ന് മാത്രമാണ് വളരെ വിനീതമായിട്ട് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ളത്. വിധി പറയാനായിട്ടില്ലല്ലോ, 40% ആയിട്ടുള്ളൂ. അത് വോട്ടിംഗ് പെർസെൻറ്റേജ് ഫൈനൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളിപ്പോൾ UDFൻ്റെ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇല്ല, UDFൻ്റെ വോട്ടാണ് ഞാൻ പിടിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? നിങ്ങളിപ്പോൾ ചോദിച്ചു LDFൻ്റെ വോട്ടാണ് ഞാൻ പിടിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക UDFൻ്റെ വോട്ടാണ് പിടിക്കുക. എന്തിൻ്റെ അടിസ്ഥാനം? അല്ല, അത് നമുക്ക് പറയാനായിട്ടില്ല. ഫൈനൽ വരട്ടെ, ഫൈനൽ വരുമ്പോൾ നമുക്ക് പറയാം. അല്ല, അതൊക്കെ നമുക്ക് ആലോചിക്കാം. അതൊന്നും ഇപ്പോൾ പറയേണ്ട നേരമല്ലല്ലോ. അൻവർ എഫക്റ്റ് അതൊന്നും എനിക്കറിയില്ല. ജനങ്ങളുടെ ഇത് ജനകീയസം, പിണറായിസവും ജനകീയസവും തമ്മിലെ പോരാട്ടം. ഞാൻ റെപ്രസെന്റ് ചെയ്ത ജനകീയസത്തെയാണ്. ഇത് VD സതീശൻ എന്ത് ഘടകം? ഞാനെന്താ പറഞ്ഞത്? ഒരു കുടിയേറ്റ കർഷകൻ UDFൻ്റെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ 30,000-ൽ കുറയാത്ത വോട്ടിന് അവിടെ ജയിപ്പിച്ചു കൊടുക്കാം. പിണറായിസത്തിൻ്റെ അവസാനത്തെ ആണിയടിക്കും. അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി തരണം. ജനങ്ങളുടെ മുന്നിലും നിങ്ങളുടെ മുന്നിലും 30,000 എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട UDFൻ്റെ ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞത് 40,000 മിനിമം ഭൂരിപക്ഷം ഞാൻ ഉണ്ടായിത്തരാം. നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട. ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ മടങ്ങിക്കോ. ഞാൻ നിലമ്പൂരിലെ UDF പ്രവർത്തകരെയും ജനങ്ങളെയും കൂട്ടിയിട്ട് ഇപ്പം എന്താ സ്ഥിതി? ഞാൻ രാജിവെച്ചെന്തിനാ? ഈ പിണറായിസത്തിനെതിരെ മൂന്നാമതും പിണറായി വരുന്നെന്ന നരേഷനാണ് ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല ഇവിടുത്തെ വസ്തുത എന്ന് തെളിയിക്കാൻ കൂടിയല്ലേ രാജിവെച്ചത്. അത് മുഖവിലേക്ക് എടുക്കേണ്ടവർ മുഖവിലേക്ക് എടുത്തില്ല. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ വരുന്നത്. നിങ്ങൾ ഫൈനൽ റൗണ്ട് നോക്കിക്കോ. ഫൈനൽ റൗണ്ട് UDFന് കിട്ടുന്ന വോട്ടും PV അൻവറിന് കിട്ടുന്ന വോട്ടുമാണ് ഇവിടുത്തെ ആൻറ്റി പിണറായി വോട്ട്. ആ വോട്ട് രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ക്രോസ് വോട്ട് 10,000 വോട്ട് നടന്നിട്ടുണ്ട്. ഈ പറയുന്ന സ്വരാജ് തോറ്റമ്പി കിടക്കുകയായിരുന്നു. ഇപ്പം നിങ്ങൾ കിട്ടിയ വോട്ട് നിന്ന് 5,000 മൈനസ് ചെയ്തോ സ്വരാജിന്. അത് ഇപ്പുറത്ത് വരേണ്ട വോട്ടാ. അത് ജയിച്ചോട്ടെ എന്ന്. അല്ല, കണ്ണു തുറക്കണ്ട, കണ്ണടച്ചോട്ടെ. എനിക്കെന്താ കുഴപ്പം? കണ്ണടച്ചോട്ടെ. താങ്കൾ കണ്ണടപ്പിക്കാനോ വന്നെങ്കിൽ താങ്കൾ കണ്ണടപ്പിച്ചോ, എനിക്കെന്ത് കുഴപ്പമെന്ന്. ഹൂ കേസ്? ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ജനങ്ങളുടെ സപ്പോർട്ടാണ് പ്രതീക്ഷിക്കുന്നത്.